സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാണ്. ആകെ ടെൻഷനായി, ഇനി എങ്ങനെ എൻ്റെ വണ്ടി കിട്ടുമെന്നൊക്കെ ഓർത്ത്. സച്ചിയേട്ടനെ ഞാൻ ഫോൺ വിളിച്ചാലോന്നൊക്കെ ഓർത്ത് ഇങ്ങനെ രേവതി ഇങ്ങനെ സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുധിയും ഒക്കെ കൂടെ പോലീസുകാരുടെ വണ്ടിയിൽ വരുന്നത്. അപ്പോൾ പോലീസുകാരുടെ വണ്ടിയിൽ അവർ വന്ന് ഇറങ്ങുന്നുണ്ട്, സുധിയും. പക്ഷേ ഇവർ രേവതിനെ കാണുന്നില്ല, രേവതി ഇവരെയും കാണുന്നില്ല. ഒരു SIയുടെ കൂടെ അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, സാർ ഇയാൾ എന്നെ പറ്റിക്കുന്നതാണ്, ഇയാൾ എന്നെ ഇങ്ങനെ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുന്നതാണ്, ഞാൻ ആൾക്ക് പൈസയൊന്നും കൊടുക്കാനില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ശ്രുതി വേഗം ഫോണിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഇതൊക്കെ എടുത്ത് കാണിക്കുക, കണ്ടോ ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നാണ് ഇവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ അയാൾ എനിക്ക് ഇഷ്ടത്തോടെ തന്നതാണ്, അല്ലാതെ വേറെ പൈസയൊന്നും അല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് നാളെ പോകേണ്ടതാണ്, എനിക്കിതിവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീലിമ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോഴത്തേക്ക് SI പറയുന്നു, നീ തന്നെയാണ് ഇങ്ങനെ പൈസ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, ഞാൻ ആരുടെയും പൈസയൊന്നും എടുത്തിട്ടില്ല, എൻ്റെ വക്കീൽ ഇപ്പം തന്നെ വരും, ഇനി ഞാൻ അപ്പോഴേ സംസാരിക്കുന്നുള്ളൂ, നിങ്ങളുടെ അടുത്ത് വെറുതെ ഞാൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ് SIയുടെ അടുത്ത്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ സാർ ഇവള് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, കണ്ടോ നിനക്ക് എങ്ങനെയാ ഈ ശ്രുതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റി, നീ സ്നേഹം നടിച്ച് പറ്റിച്ച് നീ പൈസ മേടിച്ചതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, സാർ ഇവളെന്നെ സ്നേഹിച്ചു, എന്നിട്ട് ആ പൈസ കൊണ്ട് അവിടെ കാനഡയിൽ പോയി ബിസിനസ് ചെയ്തിട്ട് അച്ഛൻ്റെ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് ഓർത്തായിരുന്നു ഞാൻ ഇരുന്നത്, അച്ഛൻ്റെ പെൻഷൻ പൈസയാണെന്നൊക്കെ പറയുന്നുണ്ട്, ബിസിനസ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഇവളെന്നെ പറ്റിച്ചു, ആ പൈസയായിട്ട് ഇവൾ മുങ്ങിയതാന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ SIക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, ഇനിയിപ്പോൾ എന്ത് ഞാൻ പറയാം. അപ്പോൾ രേവതി എന്ന് വെച്ചിടയ്ക്ക് പോലീസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതെനിക്ക് SI വരാറായോ, എൻ്റെ വണ്ടിയുടെ കാര്യം. അപ്പോൾ പറയും, അവിടെ വെയിറ്റ് ചെയ്യുക, SI വരുമ്പം വിളിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് രേവതി ഇങ്ങനെ കരയിനി, ഞാൻ സച്ചിനെ വിളിക്കണമെന്നൊക്കെ ഓർത്ത് രേവതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കാണ് സച്ചിയുടെ ഫോൺ വരുന്നപ്പോഴത്തേക്കും, രേവതി നീ എവിടെയാണ്, ഞാനിപ്പോൾ ഇവിടെ അടുത്തുണ്ട്, എനിക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാനാണ്, നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. അത് സച്ചിയേട്ടാ ഞാനെന്ന് പറയും. എന്താ രേവതി നിൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് നീ? അത് സച്ചിയേട്ടാ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ അറിയാതെ അവിടെ വണ്ടി വെച്ചതാണെന്നൊക്കെ പറഞ്ഞു. നീ എന്താ രേവതി പറയുന്നത്, എന്താ പറയുന്ന കാര്യം എന്നാന്ന് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഞാനിങ്ങനെ കച്ചവടം ഇങ്ങനെ പോയതായിരുന്നു, അന്നേരപ്പോൾ അങ്ങനെ അവിടെ വണ്ടി വെച്ചു. അപ്പോൾ അത് പോലീസുകാർ എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. അവരെനിക്ക് എൻ്റെ വണ്ടി തരില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ഫൈൻ അടച്ചാൽ മതി, പൈസ കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ പറയും, അതിന് ഫൈൻ അടയ്ക്കാനുള്ള പൈസ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെ 200 രൂപയേ ഉള്ളൂ എന്ന് പറയും. നിനക്കറിയില്ല ഒരു വഴിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പൈസ എടുത്തുകൊണ്ട് പോകണമെന്ന് അറിയില്ലേ, 1500 1000 എടുത്ത് പേഴ്സിൽ വെച്ചുകൊണ്ട് പോകണ്ടേ നിൽക്കും, അത് ഞാൻ ഇത്രയൊന്നും ഓർത്തില്ല എന്ന് പറയും. നീ എനിക്ക് കരയൊന്നും വേണ്ട, അവിടെ നിൽക്കും, ഞാനങ്ങ് വരാം. അപ്പോൾ രേവതി ഭയങ്കരമായിട്ട് കരയും, എൻ്റെ വണ്ടി ഇനി കിട്ടൂലേ, അതിപ്പോൾ ഫൈൻ അടച്ചാൽ കിട്ടും രേവതി എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നീ എന്താ പിന്നെ അങ്ങനെ അവിടെ വണ്ടി വെച്ചതെന്ന് ചോദിക്കും. നോ പാർക്കിംഗ് എന്നുള്ള ബോർഡുള്ളടുത്ത്, അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, വേഗം വരാമെന്നോർത്ത് പോയതാന്നൊക്കെ പറഞ്ഞ് രേവതി പറയും. അപ്പോൾ സച്ചി പറയും, ഞാൻ വേഗം വരുന്നുണ്ടെന്ന് പറഞ്ഞ്, വേഗം വാ സച്ചിയേട്ടാ, എനിക്ക് ആകെ പേടിയാകുക എന്നൊക്കെ പറയും. നീ അവിടെ ടെൻഷൻ അടിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഫോൺ വയ്ക്കുകയാണ്. സച്ചി വേഗം രേവതിയുടെ അടുത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അതേസമയം ശ്രുതിയും നീലിമയൊക്കെ കൂടെ അവിടെ ഇങ്ങനെ SIയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോഴും ഇവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല. നീലിമയുടെ വക്കീൽ വരുവാണ്. അപ്പോൾ വക്കീൽ വന്നിച്ച് പറയും, ശ്രുതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പൈസ അക്കൗണ്ടിലേക്ക് മാറ്റിയതുകൊണ്ട് അതിനുള്ള പേപ്പർ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ അന്ന് അങ്ങനെ ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുത്തോന്ന് പതിയെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഒരു പേപ്പർ ഇങ്ങനെ പൈസ മാറ്റാൻ വേണ്ടി ഒപ്പിടണമെന്ന് പറഞ്ഞു, അത് പക്ഷേ ഈ പേപ്പറാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ ഒപ്പിട്ടതാ, എൻ്റെ ശ്രുതി നീ ഇതൊക്കെ വായിച്ചിട്ട് വേണ്ടേ ഒപ്പിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതിയോട് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരവിടെ വെച്ച് തമ്മിൽ കാണുവാണ്. അങ്ങനെ രേവതീനെ എടുത്ത് വണ്ടിയൊക്കെ ഫൈനൊക്കെ അടച്ച് കഴിയുമ്പോൾ രേവതിക്ക് വണ്ടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെയും കേസൊക്കെ ആയിട്ട് നീലിമേനെ അവിടുന്ന് വക്കീൽ വന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.